ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു പുട്ട് റെസിപ്പിയാണ് ചെയ്യുന്നത്, അതും റേഷനറി വെച്ചിട്ട്. അപ്പോൾ റേഷനറി ചോറൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കത് എന്താണ് ചെയ്യേണ്ടത്, ബാക്കി വന്നാലെന്നുള്ളതൊക്കെ എപ്പോഴും ആലോചിക്കുന്നതാണ് അല്ലേ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുപോയി ഒഴിവാക്കാറാണ് പതിവ്. ഇനി അത് ഒഴിവാക്കണ്ട കേട്ടോ, ഇതുപോലെ പുട്ടുണ്ടാക്കിയാൽ മതി. ചോറ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുട്ടുണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ബാക്കി വന്നിട്ടുള്ള ചോറാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് പുട്ടാക്കി മാറ്റാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കണം കേട്ടോ അതിന് മുമ്പായിട്ട്. അപ്പം ഇത് 2 ദിവസം മുമ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ആദ്യം ഒന്ന് ബാക്കിയുള്ള ചോറ് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. നമുക്കിത് ആദ്യം ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ ചോറ് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് പാത്രത്തിലോട്ട് മാറ്റുന്നത്. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഫ്രീസറിലോട്ട് മാറ്റിയാൽ മതി. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇത് നന്നായിട്ട് കട്ടായി കിട്ടണം കേട്ടോ, എങ്കിലേ നമുക്ക് ഈ റെസിപ്പി ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ട് കട്ടയായിട്ട് നമുക്ക് കിട്ടണം. ഇപ്പം ഇതാ ഞാൻ ഒരു ദിവസം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നന്നായിട്ട് കട്ടയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടണം കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നമുക്ക് ചില ദിവസങ്ങളൊക്കെ കുറച്ച് ചോറേ ഉണ്ടാവുള്ളൂ അല്ലെ ബാക്കി. അങ്ങനെയുള്ള വരുന്ന സമയങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് എന്നാണോ ഒരു ദിവസത്തെ പുട്ടുണ്ടാക്കാനാവുന്നത് ആ ഒരു ദിവസം എടുത്താൽ മതി. അതുപോലെ തന്നെ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ ഇതും. ഇത് നന്നായിട്ട് കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട ഉടയാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നമ്മൾ എന്നാണോ റെഡി ആക്കുന്നത് അതിൻ്റെ തലേ ദിവസം രാത്രി കട്ട ഉടയാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ. രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് കട്ട ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം ഒന്ന് ഒഴിവാക്കി എടുക്കണം. ഇവിടെയാണ് കേട്ടോ നമ്മൾ റേഷൻ കിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വെള്ളം ഒഴിവാക്കി എടുക്കുന്നത് റേഷൻ കിറ്റിൽ കിട്ടുന്ന സഞ്ചി ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ്. നല്ല യൂസ് ആണ് കേട്ടോ. അങ്ങനെ വെള്ളം കളയാനും അതുപോലെ അരിച്ചെടുക്കാനൊക്കെ ഇതിൽ നല്ല സുഖമാണ്. ഈ ഒരു സഞ്ചി നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി സൂക്ഷിച്ചാൽ മതി കേട്ടോ, എങ്കിലും നമുക്ക് നന്നായിട്ട് ഈ ഒരു യൂസിനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ സഞ്ചിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സഞ്ചിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പൊ കണ്ടില്ല, നമ്മുടെ ചോറ് നല്ല ഉതിർന്ന് കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിന്റെ അംശമൊന്നുമില്ല. ഇതുപോലെ കിട്ടണം കേട്ടോ. നന്നായിട്ട് വെള്ളം പിഴിഞ്ഞിട്ട് ഒഴിവാക്കണം. അപ്പൊ അതുപോലെ ബാക്കിയുള്ള ചോറൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 5 കപ്പ് ചോറ് ഇതുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് പുട്ടുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിൽ വെള്ളത്തിന്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് കറക്കിയെടുക്കണം കേട്ടോ. കൂടുതലായിട്ട് പേസ്റ്റ് ആക്കി എടുക്കരുത്. ഒന്നങ്ങ് 2-3 തവണയായിട്ട് ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി. നമുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഒന്ന് കറക്കിയിട്ട് ഒന്ന് നോക്കുക. ഒരു 2 സെക്കൻഡ് കറക്കുക. അങ്ങനെ ഒരു 2, 4, 6 അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് കറക്കിയെടുത്താൽ മതി. ഇപ്പൊ നമ്മള് ചോറ് മുഴുവനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ നേരം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പേസ്റ്റായി പോവും. അപ്പം അങ്ങനെ ചെയ്യരുത്. 1-2 പ്രാവശ്യമായിട്ടൊന്ന് കറക്കിയിട്ട് ഇതുപോലെ ഒന്ന് പൊടിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം. അപ്പം അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം 1 കപ്പ് ചോറിന് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആ ഒരു രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. അത് നമ്മുടെ ചോറിന്റെ വേവിനനുസരിച്ചും ചോറിന്റെ പാകത്തിനനുസരിച്ചാണ് കേട്ടോ. വേവ് കുറവുള്ള ചോറാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാവും. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് പാകാക്കി എടുത്താൽ മതി. ഇമ്മയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ സഹായിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ പുട്ടുപൊടി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് സാധാരണ പുട്ടിടുന്ന പോലെ തന്നെ ബാക്കി പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്ന സമയത്ത് കുറച്ചൊന്ന് കുറയും കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ആവി വന്നതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചോറൊക്കെ ബാക്കി ഇരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഏത് ചോറായാലും നമുക്ക് ബാക്കി വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.